ഡെലിവറിക്ക് ശേഷമുള്ള ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ വിചാരിച്ചതിലും നല്ല ബുദ്ധിമുട്ടുള്ളതായിരുന്നേ. മെൻ്റലി ആൻഡ് ഫിസിക്കലി അത്യാവശ്യം നല്ല പോലെ ഞാൻ വീക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പ്രീനീറ്റൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത വിശ്വകിയിലേക്ക് നമ്മൾ പോസ്റ്റ് നീറ്റൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പോയത്. നമ്മളുടെ 14 ഡേയ്സിൻ്റെ പാക്കേജ് ആയിരുന്നു എടുത്തത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇതുപോലുള്ള ആരതിയൊക്കെ ഒഴിഞ്ഞ് നമ്മളെ വെൽക്കം ചെയ്ത് അവർ നല്ല ഹാപ്പി ആയിട്ടാണ് നമ്മളെ വയ്ക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സ് നമ്മളോട് നമ്മളുടെ ബോഡിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ട് തരും. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇതേപോലുള്ളൊരു ഹെഡ് മസാജിലാണ്. ഇതിൽ തന്നെ നമ്മളുടെ പകുതി പ്രശ്നങ്ങളും സോൾവ് ആവും. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഹെയർ പാക്ക്, ഫേസ് മസാജ്, ഫേസ് പാക്ക്, ബോഡി മസാജ് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു റിഫ്രഷിങ് ഫീൽ തന്നെയായിരിക്കും കിട്ടുന്നത്. ഞാൻ ഈ പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത പ്രോബ്ലം എന്ന് പറയുന്നത് എൻ്റെ ഫേസിലും നെക്കിലും ഉണ്ടായ പിഗ്മെൻറ്റേഷൻ തന്നെയാണ്. അതാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ മസാജും പാക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തൊക്കെയോ ഒരു മാറ്റം വന്നതുപോലെ തന്നെ എനിക്ക് തന്നെ ഫീലായി. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമായിരുന്നു എൻ്റെ ബോഡിയിൽ ഇത്രയും നീരുണ്ടായിരുന്നു എന്നുള്ളത്. ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും ബോഡിയിൽ നീരുണ്ടായിട്ടാണിതെന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല. ഇവരുടെ ഓരോ മസാജുകളും കിഴികളും ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ബോഡി ഒന്ന് റിലാക്സ് ആവുന്നത് നമുക്ക് തന്നെ മനസ്സിലാവാൻ തുടങ്ങും. പിന്നെ സ്റ്റീം ബാത്തും ധാരയും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ബോഡി അത്യാവശ്യം നല്ലപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഹോംലി അറ്റ്മോസ്ഫിയർ തന്നെയാണ്. നമുക്ക് അവിടെ നമ്മുടെ വീട്ടിൽ കിട്ടുന്നത് പോലെ തന്നെയുള്ള കറക്റ്റ് ടൈമിലുള്ള ഫുഡും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ പോസ്റ്റ്മോർട്ടം ജേർണി ഇത്രയും ഈസി ആയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയത് ഇങ്ങനെയൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയതുകൊണ്ടാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് എല്ലാത്തിനും ഞാൻ ഇവരുടെ നമ്പർ താഴെ കൊടുത്തേക്കും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ.